പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സന്തുലിതവും തന്ത്രപരവുമായ നിലപാടിന് അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ അംഗീകാരം ലഭിക്കുന്നു. ബി.ജെ.പി. സർക്കാരിന്റെ വിദേശ നയത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം വിമർശിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ മുതിർന്ന നയതന്ത്രജ്ഞരും എം.പിമാരും മോദി സർക്കാരിന്റെ നീക്കങ്ങളെ പുകഴ്ത്തി രംഗത്തെത്തുന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് മുതിർന്ന കോൺഗ്രസ് എം.പി. മനീഷ് തിവാരി രംഗത്തെത്തി. മേഖലയിൽ സംയമനത്തോടെയുള്ള നിലപാടാണ് ഇന്ത്യ എല്ലായ്പ്പോഴും പാലിച്ചിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ യുക്തിപൂർവ്വമാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം പ്രശംസിച്ചു. പശ്ചിമേഷ്യയിൽ ഒന്നിലധികം യുദ്ധങ്ങളാണ് നടക്കുന്നത്. ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന കാര്യങ്ങളിൽ പക്ഷം പിടിക്കുന്നത് മിഡിൽ ഈസ്റ്റ് ഡൈനാമിക്സിനെ മാത്രം സംബന്ധിച്ചതല്ല. ശരിയാണ്, ഇത് നമ്മുടെ യുദ്ധമല്ല, തിവാരി പറഞ്ഞു. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ കഴിവിനെയാണ് അദ്ദേഹം തന്ത്രപരമായ സ്വയംഭരണാധികാരം എന്ന് വിശേഷിപ്പിച്ചത്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് ഇന്ത്യ സംസാരിച്ചിട്ടുണ്ട്. ഈ നിലപാട് ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാനുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാനും മോദി സർക്കാരിന് കഴിഞ്ഞു. വിദേശകാര്യ വിദഗ്ധൻ കൂടിയായ കോൺഗ്രസ് എം.പി. ശശി തരൂരും കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ അഭിനന്ദിച്ചു. ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ യു.എസ്., ഇസ്രായേൽ, ഇറാൻ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന പരമാധികാര തത്വങ്ങൾക്കും അനുസൃതമാണെന്ന് തരൂർ വ്യക്തമാക്കി. കുറച്ചു കാലമായി പാർട്ടി വേദികളിലും ദേശീയ രാഷ്ട്രീയത്തിലും നിശബ്ദത പാലിച്ചിരുന്ന തരൂർ വിദേശ നയത്തിന്റെ കാര്യത്തിൽ സർക്കാരിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ നിരയിലെ പ്രധാനികൾ തന്നെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് മോദി സർക്കാരിന്റെ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള LPG എണ്ണ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ ഇറാനുമായി ഇന്ത്യ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കി. യുദ്ധ സാഹചര്യത്തിലും ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില നിയന്ത്രിച്ചു നിർത്താൻ ഈ നീക്കങ്ങൾ സഹായിച്ചു. മോദി സർക്കാരിന്റെ വിമർശനങ്ങളെ പരാജയമെന്ന് രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കുമ്പോഴും സ്വന്തം പാർട്ടിക്കുള്ളിലെ വിദഗ്ധർ തന്നെ അതിനെ തിരുത്തുകയാണ്. വിദേശകാര്യങ്ങളിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നതാണ് രാജ്യതാൽപര്യമെന്ന സന്ദേശമാണ് തിവാരിയും തരൂരും നൽകുന്നത്. ദേശീയ സുരക്ഷയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കൾ തന്നെ സർക്കാരിനെ പുകഴ്ത്തുന്നത് ബി.ജെ.പിക്ക് വലിയ രാഷ്ട്രീയ ഊർജ്ജമാണ് നൽകുന്നത്. രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സ്ഥാപിക്കാൻ ബി.ജെ.പിക്ക് ഇത് അവസരമൊരുക്കുന്നു. സംഘർഷത്തിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരാതെ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്ന ഇന്ത്യയുടെ നിലപാട് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത നേടി. ലോകശക്തികൾക്കിടയിൽ സന്തുലിതമായ ഇടപെടൽ നടത്താൻ ബി.ജെ.പി. സർക്കാരിന് കഴിയുന്നു എന്നതിന് തെളിവായി ഇത് മാറുന്നു. നയതന്ത്ര വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ള ഈ ഭിന്നത വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. സർക്കാരിന്റെ വിജയങ്ങളെ അംഗീകരിക്കുന്ന തരൂരിലേക്കും തിവാരിയിലേക്കും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്.